അപകടങ്ങളിൽപ്പെട്ടും നിയമലംഘനങ്ങളുടെ പേരിലും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന വാഹനങ്ങൾ ഒടുവിൽ പൊതുജനങ്ങൾക്ക് ശാപമാകുന്ന കാഴ്ച കേരളത്തിൽ പുതിയ കാര്യമല്ല. അത്തരത്തിൽ നാട്ടുകാർക്ക് ശല്യമാവുകയാണ് പത്തനംതിട്ട ഏനാത്ത് പോലീസ് പിടിച്ചിട്ടിരിക്കുന്ന വാഹനങ്ങൾ. കാട് മൂടിക്കിടക്കുന്ന വാഹനങ്ങൾ ഇഴജന്തുക്കളുടെയും തെരുവു നായ്ക്കളുടെയും താവളമായി മാറിക്കഴിഞ്ഞു. ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ഏനാത്ത് പോലീസ് സ്റ്റേഷന് സമീപത്തെ റോഡുകളിൽ കിടക്കുന്നത്. വർഷങ്ങളായി ഒരേ കിടപ്പ് കിടക്കുന്ന വാഹനങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോൾ കാടുമൂടിയ അവസ്ഥയിലാണ്. ഇത് ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുന്നു. കൂടാതെ തെരുവു നായ്ക്കളുടെ പ്രധാന വിശ്രമ കേന്ദ്രവും. ഇതിനൊക്കെ പുറമെയാണ് സാമൂഹ്യ വിരുദ്ധർ ഈ വണ്ടികൾക്കിടയിലേക്ക് മാലിന്യങ്ങൾ തള്ളുന്നത്. ഇവിടുത്തെ പോലീസുകാർ പിടിച്ചിട്ടേക്കുന്ന വണ്ടികൾ അമ്മാളെല്ലാം സ്പിരിറ്റ് മറ്റേ ലോറികളെല്ലാം ഡിസ്പെൻസ് ചെയ്തേക്കുക. അത് JCB വെച്ച് ഇടിച്ച് ആറ്റി തള്ളിയിട്ടുണ്ട്. അതിൻ്റെ ഓയിലെല്ലാം അവിടെ വീണ് ആറ്റി മലിയുന്നതാണ്. അതിൻ്റെ കൂടെ മനുഷ്യർക്ക് ആർക്കും ഇങ്ങോട്ട് പോകാനൊക്കത്തില്ല. ഇതേ ജന്തുക്കളുടെ ഭയങ്കര ബഹളമാണ്. അതേപോലെ അവിടെ വീടുണ്ട്, അവിടെ കെട്ടിടമുണ്ട്, അവർക്കും ആ വസ്തുവിൻ്റെ അങ്ങോട്ട് പോകാനൊക്കത്തില്ല. ഇത് പലവട്ടം ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് ഞങ്ങൾ പരാതി കൊടുത്തു. അതുപോലെ ചിറ്റയും ഗോകുമാർ സാറിന് കൊടുത്തു, ഇവിടെ പഞ്ചായത്തിന് കൊടുത്തു, കൈനക പഞ്ചായത്തിന്. ഏനാത്ത് ടൗണിൽ നിലവിൽ അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലായ്മയാണ്. പോലീസ് പിടിച്ചിട്ടിരിക്കുന്ന ഈ തുരുമ്പെടുത്ത വണ്ടികൾ ഇവിടെ നിന്ന് ലേലം ചെയ്തോ മറ്റ് സൗകര്യങ്ങളിലേക്കോ മാറ്റിയാൽ ആ സ്ഥലം നഗരത്തിലെ പാർക്കിംഗ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം ഈ സ്ഥലങ്ങളിൽ മൊത്തം നോക്കൂ, ഇവിടെ എല്ലാം കാട് മൂടി ഒരു യാതൊരു വിധമായ നവീകരണങ്ങളോ അല്ലെങ്കിൽ കാട് വെട്ടാനുള്ള ഒരു നടപടികളോ ഏനംകുളം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഇഴജന്തുക്കൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള നായ്ക്കൾ ഇവിടെ മൊത്തം വേസ്റ്റാണ് ഈ സൈഡിലെല്ലാം. ആ വേസ്റ്റ് എല്ലാം കൊണ്ട് ഇവിടെ തള്ളുകയാണ്. അതിനുവേണ്ടി ഒരു ക്യാമറ പോലും ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ഇത് അടിയന്തരമായിട്ട് ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ ഏനംകുളം പഞ്ചായത്ത് തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്കും സ്ഥലം MLAയ്ക്കും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. വർഷങ്ങളായി തുടരുന്ന ഈ കാത്തിരിപ്പിന് ഇനിയെങ്കിലും പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പൊതുജനങ്ങൾ. നിയമപാലനത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുക്കുന്ന വാഹനങ്ങൾ ഒടുവിൽ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന കാഴ്ചയാണ് ഏനാത്ത് റിംഗ് റോഡിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ജില്ലയിലെ മിക്ക പോലീസ് സ്റ്റേഷനുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ക്യാമറമാൻ രതീഷ് മാഡ്ബേശ്ശേരിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.